I am Joby from PowerLink. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദിത്യ ബിർളയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്ലാനിനെ കുറിച്ചാണ്. ആദിത്യ ബിർളയെക്കുറിച്ച് കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പല മേഖലയിലും ആദിത്യ ബിർള ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു കമ്പനിയാണ്, സ്ഥാപനമാണ്. അവർ 2016 ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്തോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്ലാനുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒരു നല്ല പ്ലാനുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് ആദിത്യ ബിർളയുടെ ആക്റ്റീവ 1 മാക്സ് എന്ന ഒരു പ്ലാനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നോർമലായി വരുന്ന അസുഖങ്ങൾക്കെല്ലാം 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് വരും. അതിനുശേഷമാണ് നമുക്ക് കവറേജ് വരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കെ അതിന് 3 വർഷമാണ് സാധാരണ PED വരുന്നത്. ആ അസുഖങ്ങൾക്ക് 3 വർഷങ്ങൾക്ക് ശേഷമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ പ്ലാനിൽ ആ പഴയ അസുഖങ്ങൾക്ക് ഉള്ളതിന് ഡേ 1 തൊട്ട് കവറേജ് ലഭിക്കും. അതായത് ഇന്ന് പോളിസി എടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് തന്നെ അതിന് കവറേജ് ലഭിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികൾ നമുക്ക് അതായത് കസ്റ്റമർക്ക് കൊടുക്കാൻ മടിക്കുന്ന അസുഖങ്ങൾക്ക് വരെ ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് മെയിനായി വരുന്ന ആസ്മ ഒരുമായിപ്പെട്ട ഒരു കമ്പനിക്കാരും കൊടുക്കാറില്ല. അവർ റിജക്റ്റായി പോകുള്ളൂ, അവർക്ക് പോളിസിയെ കൊടുക്കൂല. എന്നാൽ ഈ ആദിത്യ ബിർളയുടെ ആക്റ്റീവ മാക്സിൽ ആസ്മക്കാർക്ക് കൊടുക്കും. അത് ഡേ 1 തൊട്ട് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഇന്ന് നമ്മൾ പോളിസി എടുത്താൽ നാളെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ കേസുകൾക്ക് കവറേജ് ലഭിക്കുകയാണ്, ആസ്മ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നോർമൽ കൊളസ്ട്രോളുകൾക്കാണ് മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നതും അവ 3 വർഷം PED വരുന്നത്. എന്നാൽ ഇവിടെ നോർമൽ കൊളസ്ട്രോളും ഹൈ കൊളസ്ട്രോളും ഉള്ളവർക്ക് വരെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതും ഡേ 1 തൊട്ട് കവറേജ് കൊടുക്കുകയാണ്. അതുപോലെയാണ് ഷുഗർ BP ഉള്ളവർക്കും ഇതിൽ ഡേ 1 തൊട്ട് തന്നെ കവറേജ് കൊടുക്കുന്നതാണ്. ഇതിന് ഷുഗർ B1 B2 ടൈപ്പും 2 ടൈപ്പും ഷുഗർ ഉള്ളവർക്കും ഈ പോളിസിയിൽ ഡേ 1 തൊട്ട് തന്നെ കവറേജ് കൊടുക്കുന്നതാണ്. മറ്റുള്ള ചില കമ്പനികൾ B2 ഉള്ള ഷുഗറുകാർക്ക് പോളിസി കൊടുക്കാറ് തന്നെ ഇല്ല. ഇതിൽ B1 ഉള്ളവർക്ക് B1 B2 ഉള്ളവർക്ക് ഡേ 1 തൊട്ട് തന്നെ കവറേജ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും ഇതിൽ കവറേജ് കൊടുക്കുന്നതാണ്. 2 സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവർക്കും ഇതിൽ കവറേജ് കൊടുക്കുന്നതാണ്. അതും ഡേ 1 തൊട്ടാണ് കവറേജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശമായ ഉള്ളവർക്കും ഇതിൽ കവറേജ് കൊടുക്കുന്നതാണ് ഡേ 1 തൊട്ട്. ഇത്രയും മനോഹരമായ ഒരു പോളിസിയുള്ള പ്ലാനും മറ്റൊരു കമ്പനിയിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അതായത് സാധാരണ ഒരു കമ്പനി അസുഖമുള്ളവർക്ക് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അസുഖമുള്ളവർക്ക് ഒരുമായിപ്പെട്ട ഒരു കമ്പനി പോളിസി തന്നെ കൊടുക്കാറില്ല. എന്നാൽ ഇവർ പോളിസി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡേ 1 തൊട്ടാണ് കവറേജ് കൊടുക്കുന്നത്. അത് ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. അതാണ് മെയിൻ പ്രത്യേകത. ഈ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരുപാട് പോളിസിയിൽ വെൽനസ് പോയിന്റ് കൂടി നമ്മൾ പ്രീമിയം കുറവ് വരാറുണ്ട്. സാധാരണ 20%, 30%, 50% വരെ സാധാരണ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ 100% നമുക്ക് പോളിസിയിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് 100% നമുക്ക് കൊടുക്കാത്ത അതായത് ഫ്രീ ആയി പോളിസി ലഭിക്കത്ത രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നവരായിരിക്കും കൂടുതൽ പേരുള്ളത്. അതായത് നമ്മൾ ആരോഗ്യം നോക്കുന്നവർക്കാണ് ഇത് മെയിനായി കമ്പനി പറയുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ 10,000 സ്റ്റെപ്പ് നടക്കണം. 10,000 സ്റ്റെപ്പ് നടക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് 1 രൂപ പോലും നമുക്ക് പോളിസി എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരുന്നില്ല. അതായത് നമ്മളെ പോളിസിയുടെ GST മാത്രം അടച്ചാൽ മതി. അതായത് എക്സാമ്പിൾ 1 ലക്ഷം രൂപയുടെ 50,000 പോളിസി ആണെങ്കിൽ 9,000 രൂപയാണ് GST വരുന്നത്. ആ GST മാത്രം അടച്ചാൽ മതി. 10,000 രൂപയുടെ പോളിസിക്ക് 900 മാത്രമാണ് GST വരുന്നത്. അത് മാത്രം അടച്ചാൽ മതി. അതാണ് ഈ പോളിസിയുടെ മെയിൻ പ്രത്യേകത. അത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഒരു കമ്പനിയും ഇങ്ങനെ കൊടുക്കുന്നില്ല. അതായത് ഒരു ദിവസം 10,000 സ്റ്റെപ്പാണ് നടക്കേണ്ടത്. 10,000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8-9 കിലോമീറ്ററാണ് നടക്കേണ്ടി വരുന്നത്. അത്രയും നടക്കുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റിലോട്ട് കിടക്കുന്നത്. അത് എങ്ങനെയാണ് വ്യക്തമായി ഇതൊന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ദിവസം 10,000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ നടക്കണമെന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഒരു ദിവസം 24 മണിക്കൂറിനകത്ത് 10,000 സ്റ്റെപ്പ് നടന്നാൽ മതി. അങ്ങനെ വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിൽ 325 ദിവസം നമ്മൾ ഇത് ചെയ്യണം. ഈ 325 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 പോയിന്റ് ഫുൾ പോയിന്റ് കിട്ടും. ഫുൾ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് ഫുള്ളായി അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും.
അത് നേരത്തെ പറഞ്ഞ ഒരു 50,000 രൂപയാണ് നമ്മുടെ പോളിസി ആണെങ്കിൽ 50,000 രൂപയും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുമായിരിക്കും. അത് 325 ദിവസമാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ അനുസരിച്ച് കുറയുന്നതനുസരിച്ച് ഇനി അതിൻ്റെ ഒരു വർഷത്തിൽ നമുക്ക് പകുതി 130 ദിവസം നമുക്ക് നടക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50% കൊടുത്താൽ മതി. അതനുസരിച്ച് 90-80 താങ്ങും പൊങ്ങിയും നിൽക്കും. അത് നമുക്ക് നല്ലൊരു ഇതാണ്. അതായത് ഇത് നമുക്ക് ഹെൽത്ത് ആവുകയും ചെയ്യും, നമ്മുടെ പോളിസി അടയ്ക്കേണ്ടി വരികയില്ല. ഇനി ഇത് ഒറ്റയ്ക്കാണെങ്കിലാണ് ഒരാളുടെ. ഇനി ഫാമിലി ഫോട്ടർ ആണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിള്ളേർ ഇതിൽ വരത്തില്ല, പക്ഷേ ഭാര്യയും ഭർത്താവും ഇതിൽ ഉൾപ്പെടും. അതായത് ഭാര്യയും നടക്കണം, ഭർത്താവും നടക്കണം, രണ്ടുപേരും നടന്നാൽ മാത്രമേ ഇത് 325 ദിവസം വർഷത്തിൽ 325 ദിവസം നടന്നാൽ മാത്രമേ 100% പോയിന്റ് കിട്ടുള്ളൂ. ഇനി ഒരാൾ 325 ദിവസം നടന്നാൽ ഭാര്യ നടക്കുന്നില്ല എങ്കിൽ 50% കിട്ടും. ഈ ഭാര്യ ഈ 50%, മറ്റ് ഫുള്ള് എടുക്കുവാണെങ്കിൽ 75%. ആ മാറ്റങ്ങളാണ് വരുന്നത്. എന്തെന്നാലും ഇത് നല്ലൊരു ഐഡിയ ആണ്. അതായത് ഒരു ദിവസം അത് 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു 2 കിലോമീറ്റർ, ഉച്ചയ്ക്ക് 2 കിലോമീറ്റർ, വൈകിട്ട് 2 കിലോമീറ്റർ. ഇനി എക്സസൈസുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ നമ്മൾ നടക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേരുണ്ട്. അവർക്കിത് വളരെ പ്രയോജനമാണ് ഇത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി നടന്ന് 14 സ്റ്റെപ്പ് ആവുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ ആ പോയിന്റ് കഴിയുന്നതാണ്. അങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളായി കോൺടാക്ട് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു തരുന്നതാണ്. ഇനി ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒരേ ടൈമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം 325 കലോറിയും നമ്മളെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു പോയിന്റാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 325 ദിവസം ആവണമെങ്കിൽ അവരുടെ ഡിസ്കൗണ്ട് 100% കിട്ടും. ഇനി 325 ദിവസം പോയില്ലെങ്കിൽ അത് അനുസരിച്ച് താഴ്ന്നതനുസരിച്ച് ഡിസ്കൗണ്ട് താഴ്ന്നു വരും. ഇതാണ് അടുത്ത ഈ പോളിസിയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ. ഇനി അടുത്ത ഒരുപാട് പ്രത്യേകതയാണ് ഈ പോളിസിക്ക് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. ഓക്കെ. പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം. ഇപ്പോൾ പവർലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനും EMI ചെയ്യാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ആദ്യം തന്നെ ഈ പ്ലാൻ എടുക്കാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയെക്കുറിച്ചാണ് പറയാനായി പോകുന്നത്. അതായത് ഈ പ്ലാൻ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പ്ലാനിൽ വരുന്ന ബെനിഫിറ്റ്സ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റി 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ വെയിറ്റിംഗ് പീരീഡ്, അതായത് ഈ പ്ലാനിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സിന് എത്ര സമയത്തിന് ശേഷമാണ് കവറേജ് ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്ലാനിൽ 15 മുകളിൽ ഓപ്ഷണൽ കവേഴ്സ് ലഭിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഈ പ്ലാൻ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാവശ്യവും ഇല്ലാതെ വെറുതെ ഒരു ആഡ് ഓൺ എടുക്കുന്നത് തടയാവുന്നതാണ്. രണ്ടാമത്തെ ഗുണം നിങ്ങളുടെ പ്രീമിയവും ഒരുപാട് കൂടില്ല എന്നുള്ളതാണ്. ശേഷം പ്രൈസിങ്ങിനെ കുറിച്ചും പറയുന്നതാണ്. ഈ പ്ലാൻ ചിലവേറിയതാണോ എന്നറിയാൻ അഫോർഡബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഈ പറയുന്ന ആദിത്യ ബിർള പ്ലാനിനോടൊപ്പം കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഉറപ്പായും മുഴുവനും നിങ്ങൾ കാണേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവനും കാണേണ്ടതാണ്. ഇനി നിങ്ങൾ ഒരു ഏജന്റ് ആണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ക്ലയൻസിന് പാസ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപയോഗമുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ വൈകിപ്പിക്കാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് എലിജിബിലിറ്റി എന്നത്. അതിലെ ആദ്യത്തെ പോയിന്റാണ് മിനിമം എൻട്രി ഏജ്. അഡൾട്ട്സിന്റെ കാര്യത്തിൽ 18 വയസ്സ് മുതൽ തുടങ്ങി മാക്സിമം എൻട്രി ഏജിന് ഒരു ക്യാപ്പിങ്ങും തന്നെ വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും അഡൾട്ട്സിന് ഈ പോളിസി എടുക്കാവുന്നതാണ്. ഇനി ഡിപ്പെൻഡന്റ് ചൈൽഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനിച്ച് 91 ദിവസം മുതൽ 25 വയസ്സ് വരെ ഡിപ്പെൻഡന്റ് ചൈൽഡിന് ഈ പോളിസിയുടെ ഭാഗമായിരിക്കാൻ കഴിയുന്നതാണ്. പോളിസി ടൈപ്പ് ഏതൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ, മൾട്ടി ഇൻഡിവിജ്വൽ പ്ലാൻ, പിന്നെ ഫാമിലി ഫ്ലോട്ടർ പോളിസിയും എടുക്കാൻ കഴിയുന്നതാണ്. ഇനി ടെനോർ അഥവാ പോളിസി ഡ്യൂറേഷന്റെ കാര്യമാണെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോളിസി ഒരുമിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഫാമിലി സൈസ് മാക്സിമം വരുന്നത് 2 അഡൾട്ട്സ് പ്ലസ്
ഫോർ ചിൽഡ്രൻ ആണ്. ഇനി ഫാമിലിയുടെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കും നിങ്ങളുടെ ബെറ്റർ ഹാഫ്, അതായത് നിങ്ങളുടെ ലീഗലി മാരീഡ് പാർട്ട്ണറിന് എടുക്കാൻ കഴിയുന്നതാണ്, നിങ്ങളുടെ ലിവ് ഇൻ പാർട്ട്ണറിന് എടുക്കാൻ കഴിയുന്നതാണ്. ഫോർ ബോത്ത് സെയിം ആൻഡ് ഓപ്പോസിറ്റ് ജെൻഡർ, പേരൻസിന്, പേരൻസ് ഇൻ ലോയ്ക്ക്, ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന്, ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ പോളിസിയുടെ ഭാഗമാകാൻ കഴിയുന്നതാണ്. സം ഇൻഷുർഡിലേക്ക് വരുമ്പോൾ 2 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ സം ഇൻഷുർഡിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാൽ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 75 ലക്ഷം, 1 കോടി, 2 കോടി വരെയുള്ള സം ഇൻഷുർഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവ് 1ൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റിനെ കുറിച്ചാണ്. ഈ ബെനിഫിറ്റ്സ് ആൻഡ് കവറേജസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് പ്ലാനിൻ്റെ തന്നെ ഭാഗമാണ്. ഇത് ആഡ് ഓൺസ് അല്ല, ഇത് ബേസിക് സ്റ്റാൻഡേർഡ് പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ ആദ്യം വരുന്നതാണ് റൂം റെൻറ്റ്. റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഒന്നും തന്നെ വരുന്നില്ല. ഫിക്സ്ഡ് കാറ്റഗറിയിലുള്ള റൂമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ക്യാപ്പിംഗ് ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. കവേർഡ് ഏജ് പെർ ആക്ച്വൽസ് ആണ്. ആക്ച്വൽസ് അപ് ടു ബേസിക് സം ഇൻഷുർഡ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയുടെ റൂമും എടുക്കാവുന്നതാണ്. അതിൻ്റെ ബില്ല് വരുന്നത് റീസണബിളി ആൻഡ് കസ്റ്റമറി ആയിരിക്കും. അക്കോർഡിംഗ്ലി നിങ്ങളുടെ റൂം റെൻറ്റിന് ലിമിറ്റ് ഒന്നും അഥവാ ക്യാപ്പിംഗ് ഒന്നും തന്നെ വരുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ. ചികിത്സാ സമയത്ത് നിങ്ങളുടെ ക്ലെയിം അപ്രൂവായി കഴിഞ്ഞാൽ അതിൽ ഒരു ക്യാപ്പിങ്ങും വരുന്നില്ല. ICU ചാർജസിനും ക്യാപ്പിംഗ് ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്ലെയിം അപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ അത് കവേർഡ് ഏജ് പെർ ആക്ച്വൽസിൽ തന്നെയാണ് വരുന്നത്. ആക്ച്വൽസ് അപ് ടു ബേസിക് സം ഇൻഷുർഡ് ആണ് വരുന്നത്. ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റ് ഓർ ഇഞ്ചുറിയുടെ കാരണത്താൽ ഏതെങ്കിലും ഇൻഷുർഡ് പേഴ്സണെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അതായത് മെഡിക്കൽ നെസസിറ്റിയുടെ കാരണത്താൽ ഡെന്റൽ ട്രീറ്റ്മെൻറ്റും പ്ലാസ്റ്റിക് സർജറിയും രണ്ടും ചെയ്യേണ്ടി വന്നാൽ ഈ പ്ലാൻ അത് രണ്ടും കവർ ചെയ്യുന്നതാണ്. അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഇതിനായി 24 മണിക്കൂർ അഡ്മിറ്റ് ആകേണ്ട ആവശ്യം വരുന്നില്ല. 2 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ സർജറീസ് നടക്കുന്ന പ്രോസസ്സിനെയും ചെറിയ രീതിയിലുള്ള ENT സർജറീസിനെയും ഒക്കെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദിത്യ ബിർളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കവിടെ മുഴുവൻ ഡേ കെയർ പ്രൊസീജിയേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാം. അതെല്ലാം ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടും. ഇനി മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ IRDA ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 12 മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഈ പ്ലാൻ കവർ ചെയ്യുന്നുണ്ട്. ഇതിലെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഒരു സബ്ലിമിറ്റും ക്യാപ്പിങ്ങും മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിന് മേൽ വരുന്നില്ല എന്നതാണ്. ദിസ് ഈസ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ് ആണ് HIV ഓർ എയ്ഡ്സ് ഉള്ള ഒരു ഇൻഷുർഡ് പേഴ്സണ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ഈ പ്ലാൻ കവർ ചെയ്യുന്നതാണ്. HIV ഓർ എയ്ഡ്സിന് പുറമെ മറ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനും കോംപ്ലിക്കേഷൻസ് കാരണം അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നാൽ അതും ഈ പ്ലാനിൻ്റെ ഉള്ളിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് മെൻ്റൽ ഇൽനസ്, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ കാരണം അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ, നിങ്ങളുടെ ശരീരത്തിന് ദോഷം വന്നാൽ അതിനുള്ള കവറേജും ഈ പ്ലാനിൽ വരുന്നുണ്ട്. എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി അഡ്മിറ്റ് ആകേണ്ടി വന്നാലും കവറേജ് ലഭിക്കുന്നതാണ്, കമ്പനി നിങ്ങളുടെ ക്ലെയിം അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ. അടുത്തതാണ് ഒബേസിറ്റി അഥവാ അമിത വണ്ണവുമായി ബന്ധപ്പെട്ട സർജറിയും ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നു. കണ്ടീഷൻസ് വരുന്നത് BMIയുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫുൾഫിൽഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് മെഡിക്കൽ പ്രോട്ടോകോൾസ് അനുസരിച്ചാണ് ഈ സർജറി നടത്തുന്നതെങ്കിൽ കമ്പനി അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഇതിനും കവറേജ് ലഭിക്കുന്നതാണ്. അടുത്തതായി പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനെ കുറിച്ചാണ്. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനായി പേഷ്യൻറ്റിന് അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ 90 ദിവസത്തിന് മുന്നേയുള്ളതും ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം 180 ദിവസം വരെയുള്ള ചിലവുകൾക്കും കവറേജ് ലഭിക്കുന്നു. ഈ ചിലവുകളിൽ ഡോക്ടറിനെ കാണാനുള്ള കൺസൾട്ടേഷൻ ഫീയും ഇൻക്ലൂഡഡ് ആണ്. മെഡിസിൻ്റെ ചിലവുകളും കവർ ചെയ്യപ്പെടുന്നു.
പിന്നെ നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടീഷൻ വരുന്നത് നിങ്ങൾ റീഇംബേഴ്സ്മെൻറ്റ് ബേസിസിൽ ക്ലെയിം ഫയൽ ചെയ്യേണ്ടതാണ്. അടുത്ത കണ്ടീഷൻ, ഈ ചിലവുകൾ നിങ്ങൾ അഡ്മിറ്റ് ആയതിൻ്റെ ചികിത്സയുമായി റിലേറ്റഡ് ആയ ചിലവുകൾ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നും ക്ലെയിം ലഭിക്കുകയുള്ളൂ. പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് ബേസിലുമായിരിക്കണം, അതായത് റീഇംബേഴ്സ്മെൻറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ ക്ലെയിം ഫയൽ ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നതാണ് ഡൊമിസിലിയറി ഹോസ്പിറ്റലൈസേഷൻ, അഥവാ ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ചികിത്സ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ബെഡ്സ് ഓ റൂംസ് അവൈലബിൾ അല്ലെങ്കിലോ 72 മണിക്കൂറോ അതിൽ കൂടുതലോ ആണ് ചികിത്സ വരുന്നതെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇതിനായി അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. അടുത്ത പോയിന്റാണ് ഹോം ഹെൽത്ത് കെയർ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്യാതെ വീട്ടിൽ വച്ച് തന്നെ ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അപ്രൂവൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത് പ്രോപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനായി ആദ്യം തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട്. അടുത്ത പോയിന്റാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്. ആയുഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ് ആൻഡ് ഹോമിയോപ്പതി ഇതെല്ലാം തന്നെ ഈ പ്ലാനിൻ്റെ ഉള്ളിൽ കവർ ചെയ്യപ്പെടും. പക്ഷേ ഇൻ പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ മാത്രമാണ് കവർ ചെയ്യപ്പെടുന്നത്. അതായത് ആയുഷിന് കീഴിൽ വരുന്ന ഈ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി അഡ്മിറ്റ് ആകേണ്ടി വരിക എന്ന സാഹചര്യത്തിലാണ് കവറേജ് ലഭിക്കുന്നത്. നിങ്ങൾ ഈ പ്ലാനിനുള്ളിൽ ഈ ട്രീറ്റ്മെൻറ്റിന് കവറേജ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനായി അഡ്മിറ്റ് ആകേണ്ടതിനും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിനും വേണ്ടി ഏതെങ്കിലും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുഷ് ഹോസ്പിറ്റൽസ് ഉണ്ടാകും, അല്ലെങ്കിൽ ആയുഷ് ഡേ കെയർ ഫെസിലിറ്റീസ് ഉണ്ടാകും. ഓർഗൻ ഡോണറിൻ്റെ എക്സ്പെൻസസ് ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ക്ലെയിം അപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ക്ലെയിമും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിൽ കവർ ചെയ്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുമുണ്ട്. അത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കവർ ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഡെവലപ്പായി വന്നേക്കാം, പക്ഷേ അത് ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടില്ല. മൂന്നാമത്തേത്, എന്തെങ്കിലും കാരണത്താൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡിലേ ആയാൽ, വൈകിയാൽ ആ ഓർഗൻ പ്രിസർവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ദൂരെ നിന്ന് എവിടെന്നെങ്കിലും വരുത്തിക്കേണ്ടി വന്നാലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീസും ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടില്ല. ഇനി പറയാൻ പോകുന്നത് ഈ പ്ലാനിലെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ്. അതാണ് സൂപ്പർ റീലോഡ്. ജനറലി പ്ലാൻസിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സം ഇൻഷുർഡ് ഭാഗികമായോ മുഴുവനായോ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ പ്ലാനിൽ നിങ്ങൾക്കുണ്ട് സൂപ്പർ റീലോഡ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡ് വിത്ത് സൂപ്പർ ക്രെഡിറ്റ്. സൂപ്പർ ക്രെഡിറ്റ് എന്നത് ഒരു ഓപ്ഷണൽ ഫീച്ചറാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോയിൽ തന്നെ പറയുന്നതാണ്. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിയാൽ ഇത് മുഴുവനായും തീർന്നു പോയാൽ അപ്പോൾ സൂപ്പർ റീലോഡ് ആക്റ്റീവ് ആകുന്നതാണ്. പക്ഷേ പാർഷ്യൽ സം ഇൻഷുർഡ് തീർന്നു പോയാൽ ഇത് ആക്റ്റീവ് ആകില്ല. അതായത് സം ഇൻഷുർഡ് മുഴുവനായും തീർന്നു പോയാൽ മാത്രമാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലെയിമിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതായത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റിൽ ഉണ്ടായിരുന്നത് ആദ്യത്തെ ക്ലെയിമിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലെയിം മുതലായിരുന്നു ഇത് ആപ്ലിക്കബിളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്ലാനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ക്ലെയിമിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡ് പൂർണ്ണമായും തീർന്നു പോയതിന് ശേഷം നിങ്ങൾ സൂപ്പർ ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും തീർന്നു പോയതിന് ശേഷമാണ് നിങ്ങളുടെ സൂപ്പർ റീലോഡ് ആക്റ്റീവ് ആകുന്നത്. ആദ്യത്തെ ക്ലെയിമിൽ തന്നെ ഇത് ആക്റ്റീവ് ആയതിനു ശേഷം അതിനുശേഷം വരുന്ന ക്ലെയിംസിന് ഇത് അൺലിമിറ്റഡ് ടൈംസ് അപ് ടു സം ഇൻഷുർഡ് നിങ്ങൾക്ക് സൂപ്പർ റീലോഡ് ഫീച്ചർ ലഭിക്കുന്നതാണ്. എത്ര പ്രാവശ്യം ഇത് തീരുന്നുവോ അത്രയും പ്രാവശ്യം തന്നെ ഇത് ആക്റ്റീവ് ആകുന്നതാണ്. ഇനി സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ആദ്യം ഏത് പൈസയാണ് ഉപയോഗിക്കാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ബേസ് സം ഇൻഷുർഡ് ആണ്. 10 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ തന്നെ, അതായത് നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡ് തന്നെയാണ് എടുക്കുന്നത്.
അതിനുശേഷം രണ്ടാമത് വരുന്നത് നിങ്ങളുടെ പോളിസിയിൽ കവറേജിൽ എന്തെങ്കിലും സൂപ്പർ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മൂന്നാമത്തേതാണ് സൂപ്പർ റീലോഡ്. പിന്നെ നാലാമത് വരുന്നതാണ് ക്യാൻസർ ബൂസ്റ്റർ. ഇതൊരു ഓപ്ഷണൽ ആഡ് ഓൺ ആണ്. ഇൻഷുറൻസ് പേഴ്സൺ ഈ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടാൽ ഇതിൻ്റെ സം ഇൻഷുർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ സീക്വൻസിൽ പറയുന്നതനുസരിച്ച് ചികിത്സകൾക്കായി പണം ലഭിക്കുന്നതാണ്. ഈ പ്ലാനിൽ പറയുന്നത് റിന്യൂവലിൻ്റെ ടൈമിൽ ഒരു പൈസ പോലും അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ഫീച്ചറാണ് ഇതിലുള്ളതെന്നും അതിൻ്റെ ബെനിഫിറ്റുമാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഫീച്ചറിൻ്റെ പേരാണ് ഹെൽത്ത് റിട്ടേൺസ്. ഹെൽത്ത് റിട്ടേൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ വെച്ചുകൊണ്ട് കുറച്ച് റിവാർഡ്സ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് മറ്റ് വെൽനസ് പ്രോഗ്രാംസിലും സ്റ്റേ ആക്റ്റീവ് ബെനിഫിറ്റ്സിലുമൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 10%ഓ 12%ഓ ഒക്കെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 25% to 30% വരെ ലഭിക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ 100% വരെ പ്രീമിയം സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് അസസ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടെസ്റ്റ് ചെയ്യാനായി 2 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് അഥവാ DHA. രണ്ടാമത്തേത് ഫിസിക്കൽ ഹെൽത്ത് അസസ്മെൻറ്റ് അഥവാ PHA. ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ നിങ്ങൾ ആക്റ്റീവ് ഹെൽത്ത് ആപ്പിനുള്ളിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിൽ ലോഗിൻ ചെയ്തതുകൊണ്ട് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു ഹെൽത്തി ഹാർട്ട് സ്കോർ ജനറേറ്റ് ആകുന്നതാണ്. HHS ഹെൽത്തി ഹാർട്ട് സ്കോർ എന്നാണ് അതിനെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ആപ്പ് വഴി അസസ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽത്ത് അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ആദിത്യ ബിർളയുടെ ഏതൊരു നെറ്റ്വർക്ക് ലാബിലും ചെന്ന് നിങ്ങൾക്ക് ഹെൽത്ത് അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് ഓർ ഫിസിക്കൽ ഹെൽത്ത് അസസ്മെൻറ്റ് ഇത് വർഷത്തിൽ ഒരിക്കലാണ് ചെയ്യാൻ കഴിയുന്നത്. അതൊരു മുഴുവൻ വർഷത്തേക്ക് വേണ്ടിയിട്ടും ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതിനുശേഷം നിങ്ങളുടെ ഒരു ഹെൽത്തി ഹാർട്ട് സ്കോർ ജനറേറ്റ് ആകുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടോ അതിൻ്റെ ബേസിസ് ഒരു 3 കാറ്റഗറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം വരുന്ന കാറ്റഗറിയാണ് ഗ്രീൻ എന്നത്. ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നതിൽ ലോ റിസ്ക്, അതായത് വളരെ കുറവ് സാധ്യത ഉള്ളവരാണ് ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഏംബർ എന്നത്. ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നതിൽ മോഡറേറ്റ് റിസ്ക് ഉള്ളവർ ഈ കാറ്റഗറിയിൽ ഏംബർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് റെഡ്. ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നതിൽ ഹൈ റിസ്ക് ഉള്ളവരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഹെൽത്ത് അസസ്മെൻറ്റ് വഴി നിങ്ങളുടെ കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഫിസിക്കൽ ഓർ ഡിജിറ്റൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ ഏതിലും നിങ്ങൾക്ക് അസസ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കാറ്റഗറി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഗ്രീനിലാണോ ഏംബറിലാണോ അതോ റെഡിലാണോ വരുന്നതെന്ന്. അതിനുശേഷം നിങ്ങൾ ആക്റ്റീവ് ഡേയ്സിൻ്റെ പോയിൻറ്റ്സ് ഏൺ ചെയ്യണം. അതായത് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. 4 ആക്ടിവിറ്റീസാണ് ഇതിൽ വരുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഏതെങ്കിലും ദിവസം 30 മിനിറ്റിൻ്റെ എന്തെങ്കിലും യോഗ ഓർ എക്സസൈസ് ചെയ്യുക എന്ന സെക്ഷൻ. ആദിത്യ ബിർളയുടെ പാനൽ ജിം ഓർ യോഗ ഫെസിലിറ്റി ഉണ്ട്. അവിടെ ചേർന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. 30 മിനിറ്റിൻ്റെ ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ മാർഗം എന്നത് നിങ്ങളുടെ വയസ്സ് 60 വയസ്സിൽ താഴെയാണെങ്കിൽ ഡെയിലി 10,000 സ്റ്റെപ്സ് നിങ്ങൾ നടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വയസ്സ് 60 വയസ്സിന് മുകളിലാണെങ്കിൽ ഡെയിലി 7,500 സ്റ്റെപ്സ് നടക്കണം. ഏത് ദിവസമാണോ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആകുന്നത് ആ ദിവസം നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സസൈസിൻ്റെ സെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അത് ആപ്പിൽ ട്രാക്ക് ചെയ്യുന്നതാണ്. ഇതിൽ
300 നിങ്ങൾ ബേൺ ചെയ്യേണ്ടത്. 300 കലോറിയാണ് നിങ്ങൾ ബേൺ ചെയ്യേണ്ടത്. 4ാമത്തെ മെത്തേഡാണ് നിങ്ങൾ ഏതെങ്കിലും മാരത്തോൺ അല്ലെങ്കിൽ സൈക്ലത്തോണിൻ്റെ ഭാഗമാവുക എന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകേണ്ടതാണ്. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ടൈമിംഗ് മെൻഷൻഡ് ആയിരിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ഡെയിലി ഏണിങ്സ് കണ്ടിന്യൂ ആക്കുന്നതാണ്, അതായത് കണ്ടിന്യൂ ആയി വരുന്നതാണ്. ഈ റിവാർഡ് പോയിൻറ്റ്സ് ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് റിവാർഡ്സ് ലഭിക്കുന്നത്, റിന്യൂവൽ പ്രീമിയത്തിൽ 100% ഡിസ്കൗണ്ട് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം വരുന്നത് റിവാർഡ് കാറ്റഗറിയാണ്. അതാണ് മന്ത്ലി റിവാർഡ്. അതായത് ഒരു മാസത്തെ നിങ്ങളുടെ പോളിസിയുടെ പ്രൈസ്, അതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. 3 കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിൽ, അതായത് റെഡ്, ആംബർ ആൻഡ് ഗ്രീൻ എന്ന കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഡിസ്കൗണ്ട്സ് ഡിഫൈൻ ചെയ്ത് ഇതിൽ വച്ചിട്ടുണ്ട്. വലിയ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന മെമ്പേഴ്സിനാണ്. അതവർ ഒരു മാസത്തിനുള്ളിൽ 13 ദിവസത്തിന് മുകളിൽ ഈ പറയുന്ന 4 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്. അവർക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് 30% ആണ്. അതായത് 30% റിവാർഡ് പോയിൻറ്റ്സ് മന്ത്ലി പ്രീമിയത്തിന് അവരുടെ വാലറ്റിൽ ആഡാകുന്നതാണ്. 2ാമത്തെ കാറ്റഗറിയാണ് നിങ്ങളുടെ ആനുവൽ റിവാർഡ്സിൻ്റേത്. അതായത് ഒരു വർഷം മുഴുവനും കൗണ്ടിങ് ചെയ്യപ്പെടുന്നതാണ്. ഇതിലെ ആദ്യത്തെ പോയിൻ്റ്, നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ 275 ദിവസം ഇതുപോലെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയും നിങ്ങളുടേത് ഗ്രീൻ കാറ്റഗറിയിലുമാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മുഴുവൻ വർഷത്തെ പോളിസിയുടെ പ്രൈസിൽ അതിലെ 20% പ്രീമിയത്തിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ബേസിസിൽ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. 275 ദിവസത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളിത് 325 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു 325 ദിവസം നിങ്ങൾ ഈ പറയുന്ന 4 ആക്ടിവിറ്റികളിൽ ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും നിങ്ങളുടെ റിന്യൂവൽ പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 50% റിവാർഡ്സ് കൂടി ലഭിക്കുന്നതാണ്. അതായത് 50% റിവാർഡ് പോയിൻറ്റ്സ് കൂടി ആഡാകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് റിവാർഡ്സ് ലഭിക്കുന്നതാണ് 20% ഓഫ് യുവർ റിന്യൂവൽ പ്രീമിയം. അതിനുശേഷം ആനുവലിൽ 275 ദിവസത്തിൻ്റെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. അതായത് 275 ദിവസം നിങ്ങൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ആനുവലിൽ വരുന്ന റിവാർഡ്സ് 30% ആണ്. അങ്ങനെ ടോട്ടലി മന്ത്ലി പ്ലസ് ആനുവൽ റിവാർഡ്സ് മീൻസ് 20 + 30 ടോട്ടൽ 50% ആണ് റിവാർഡ്സ് വരുന്നത്. 3ാമത്തെ കാറ്റഗറിയാണ് 325 ദിവസത്തിൻ്റേത്. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% നേരത്തെ കിട്ടിയതിനോടൊപ്പം ഈ പറഞ്ഞ 325 ദിവസം കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒരു 50% കൂടെ ആഡാകുന്നു. ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് മുഴുവൻ 100% പ്രീമിയത്തിന് ഈക്വലായിട്ട് റിവാർഡ് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. റിവാർഡ് പോയിൻറ്റ് 100% തന്നെ ആകണമെന്നില്ല. 40%, 50% ഓർ 70% ഒക്കെ ആകാം. പക്ഷേ ഇതിവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്നാമതായി വരുന്നത് ചികിത്സയ്ക്കുള്ള പൈസ തീർന്നു കഴിഞ്ഞാൽ ഈ റിവാർഡ്സിനെ പണമാക്കി മാറ്റി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തേത് നോൺ മെഡിക്കൽ ഐറ്റംസിനോ കൺസ്യൂമബിൾസിനോ ആയി നിങ്ങളുടെ പൈസ എന്തെങ്കിലും ഡിഡക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോളിസിയിൽ ഏതെങ്കിലും ഡിഡക്റ്റബിൾ എമൗണ്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ റിവാർഡ് പോയിൻറ്റ്സിനെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോളിസി റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് പൈസയുടെ സ്ഥാനത്ത് ഈ റിവാർഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വാലറ്റിൽ 100% ഓഫ് ആനുവൽ പ്രീമിയത്തിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവലിനായി ₹1 പോലും അടയ്ക്കേണ്ടി വരില്ല. നിങ്ങൾ കുറച്ചാണ് ഏൺ ചെയ്തിട്ടുള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേഷ്യോയിൽ, അതിൻ്റെ പ്രൊപ്പോർഷനിൽ നിങ്ങൾക്ക് റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത് ഈ പ്ലാൻസിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സാണ്. ഇതിൽ വരുന്ന ഇൻബിൽറ്റ് ഫീച്ചേഴ്സാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓപ്ഷണൽ ഫീച്ചേഴ്സാണ്. അതായത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, ചൂസ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചേഴ്സാണ്.
ഇനി പറയാൻ പോകുന്ന ഓരോ ഫീച്ചേഴ്സിനെയും കുറിച്ച് ശ്രദ്ധിച്ച് വ്യക്തമായി കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് ആഡ് ഓണിൻ്റെ ആവശ്യമാണോ ഉള്ളത്, ഏത് ആഡ് ഓൺ എടുക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായിരിക്കണം നിങ്ങളുടെ പോളിസിയിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആഡ് ഓൺ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം ഒരുപാട് ഉയരുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്നതാണ്. ഇതിൽ ആദ്യം വരുന്ന ആഡ് ഓൺ ആണ് റിഡക്ഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്. സ്റ്റാൻഡേർഡ് പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 4 വർഷമാണ്. വെയിറ്റിംഗ് പീരീഡ് 4 വർഷത്തിൽ നിന്നും 3 വർഷത്തേക്ക് ചുരുക്കാവുന്നതാണ്. 4 വർഷത്തിൽ നിന്നും 2 വർഷത്തേക്കും 1 വർഷത്തേക്കുമൊക്കെ ഇത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുന്നത്. അതിനുശേഷം അതനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ പ്രീമിയത്തിൽ മാറ്റം വരുന്നത്. അതായത് നിങ്ങളുടെ പ്രീമിയം അതിനനുസരിച്ച് കൂടുന്നതാണ്. രണ്ടാമത്തെ ആഡ് ഓൺ ആണ് റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് പീരീഡ് ഓഫ് സ്പെസിഫിക് ഡിസീസ്. സ്പെസിഫിക് ഡിസീസ് എന്നത് സ്ലോ ഗ്രോയിങ് ഇൽനെസ് ആണ്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്. ഈ വെയിറ്റിംഗ് പീരീഡും നിങ്ങൾക്ക് 1 വർഷത്തേക്ക് കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495116601. അടുത്ത ആഡ് ഓൺ ആണ് റൂം റെൻറ്റ് മോഡിഫിക്കേഷൻ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റൂം റെൻറ്റിൽ ഒരു ക്യാപ്പിംഗും തന്നെ വരുന്നില്ല. പക്ഷെ പ്രീമിയം ഹയർ സൈഡിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പിംഗ് ചെയ്യാവുന്നതാണ്. 2 ഓപ്ഷൻസ് ആണ് കമ്പനി തന്നിരിക്കുന്നത്. സിംഗിൾ പ്രൈവറ്റ് AC റൂം അല്ലെങ്കിൽ ട്വിൻ ഷെയറിംഗ് ബേസിസിലും ഈ പോളിസി ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രൈസസിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലെയിം പ്രൊട്ടക്റ്റ്. ഇത് വളരെയധികം ആവശ്യമുള്ള ഒരു ആഡ് ഓൺ ആണ്. ഇത് ഈ പോളിസിയിൽ തീർച്ചയായും തിരഞ്ഞെടുക്കണം. ഇതിൽ നിങ്ങളുടെ നോൺ മെഡിക്കൽ ഐറ്റംസ് ആൻഡ് കൺസ്യൂമബിൾ ഐറ്റംസ് അതും നിങ്ങളുടെ ക്ലെയിമിൻ്റെ ഭാഗമാകുന്നതാണ്. ഏതൊക്കെ നോൺ മെഡിക്കൽ ഐറ്റംസ് ആണെന്നുള്ളത് നിങ്ങളുടെ അനക്ഷർ 1-ൽ 4 ലിസ്റ്റായി കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ വരുന്ന എല്ലാ നോൺ മെഡിക്കൽ ഐറ്റംസും കവറാകുന്നതാണ്. അതിനായി നിങ്ങൾക്ക് ക്ലെയിം പ്രൊട്ടക്റ്റ് എന്ന ഈ ആഡ് ഓൺ എടുക്കേണ്ടതുണ്ട്. പെർ ക്ലെയിം ഡിഡക്റ്റബിൾ എന്ന ഓപ്ഷനും കമ്പനി തന്നിട്ടുണ്ട്. പ്രൈസിങ്ങിൽ കുറച്ച് ഡിസ്കൗണ്ട് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിഡക്റ്റബിൾ ചൂസ് ചെയ്യാൻ കമ്പനി 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 15,000 രൂപയും 25,000 രൂപയും. ഇതിൽ നിന്ന് നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും ഓരോ ക്ലെയിമിലും ഈ പൈസ ആദ്യമേ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷമായിരിക്കും ഇൻഷുറൻസ് കമ്പനി കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് നിങ്ങൾ 15,000-ഓ 25,000-ഓ ഇതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും ഓരോ ക്ലെയിമിലും ഈ പൈസ ആദ്യമേ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഇൻഷുറൻസ് കമ്പനി കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനാണ് പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്ക് അഥവാ PPN. ഇതിൽ ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ള ഹോസ്പിറ്റൽസുമായി ടൈപ്പ് നടത്തുന്നു. ഈ ഹോസ്പിറ്റൽസ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നു. ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ നിങ്ങളുടെ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ചികിത്സാ സമയത്ത് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല ചികിത്സ ചെയ്യുന്നതെങ്കിൽ പുറത്തുള്ള ഹോസ്പിറ്റൽസിൽ നിന്നാണ് ചികിത്സ തേടുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലെയിമിൽ 10% കോ പേയ്മെൻറ്റ് നിങ്ങൾക്ക് നൽകേണ്ടി വരുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ലിസ്റ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് എല്ലാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഏതെങ്കിലും അസുഖത്തിന് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടാൽ ഇൻഷുർഡ് പേഴ്സണ് ലംസം ബെനിഫിറ്റ് എടുക്കാൻ കഴിയുന്നതാണ്. സം ഇൻഷുർഡ് ഓപ്ഷൻസ് വരുന്നത് 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ്. ഇൻഷുർഡ് പേഴ്സൺ ഇതിൽ ഏത് സം ഇൻഷുർഡ് ഓപ്ഷൻസ് തിരഞ്ഞെടുത്താലും ഇതിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന, ഉദാഹരണത്തിന് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടാൽ ഈ ലംസം ബെനിഫിറ്റ്സ് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായി കമ്പനിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ്.
വെയിറ്റിംഗ് പീരീഡ് 60 ദിവസമാണ്. അതായത് നിങ്ങൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന ഈ ഒരു ആഡ് ഓൺ എടുത്താലും പോളിസി സ്റ്റാർട്ട് ആകുന്നതിന് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലെയിം ഫയൽ ചെയ്യാൻ കഴിയുന്നതല്ല. 15 ദിവസമാണ് സർവൈവൽ പീരീഡ് വരുന്നത്. അതായത് ഈ പോളിസിയിൽ എന്ത് ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടാലും അതിനുശേഷമുള്ള ആദ്യത്തെ 15 ദിവസം സർവൈവൽ പീരീഡാണ്. 15 ദിവസത്തിന് ശേഷം ഇൻഷുർഡ് പേഴ്സൻ്റെ സർവൈവൽ പീരീഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ക്ലെയിം ലഭിക്കുന്നത്. പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജിൻ്റെ ആഡ് ഓണും ഈ പോളിസിയിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ആക്സിഡൻ്റൽ ഡെത്ത്, പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി എന്നിവയ്ക്കാണ് പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് ലഭിക്കുന്നത്. പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ഒഴികെ ബാക്കിയുള്ളവയ്ക്ക് 100% ക്ലെയിമാണ് കിട്ടുന്നത്. പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റിയിൽ ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് കമ്പനി നിങ്ങൾക്ക് ക്ലെയിം തരുന്നത്. ഈ ക്ലെയിമിനായി ഈ ആഡ് ഓൺ എടുക്കേണ്ടതുണ്ട്. അടുത്ത ആഡ് ഓൺ ആണ് സൂപ്പർ ക്രെഡിറ്റ്. നേരത്തെ സൂപ്പർ റീലോഡിനെ പറ്റി പറഞ്ഞപ്പോൾ സൂപ്പർ ക്രെഡിറ്റിനെ കുറിച്ച് അതിൽ സൂചിപ്പിച്ചിരുന്നു. അതിൽ ബേസിക് സം ഇൻഷുർഡ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് സൂപ്പർ ക്രെഡിറ്റ് ആണ്. സൂപ്പർ ക്രെഡിറ്റ് എന്ന ഈ ആഡ് ഓൺ നിങ്ങളുടെ പോളിസിയിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് കെയർ സുപ്രീം പോലുള്ള പ്ലാനുകളിൽ ഈ ആഡ് ഓൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങളുടെ സം ഇൻഷുർഡ് എത്രയെങ്കിലും ഇരട്ടി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ പോളിസിയിൽ സൂപ്പർ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡിൻ്റെ 5 ഇരട്ടി സൂപ്പർ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോളിസി 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ അടുത്ത വർഷം നിങ്ങളൊരു ക്ലെയിം എടുത്താലും ഇല്ലെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം നിങ്ങളുടെ സം ഇൻഷുർഡ് 100% തന്നെ വർദ്ധിക്കുന്നതാണ്. 10 ലക്ഷത്തിൻ്റെ നിങ്ങളുടെ പോളിസി അടുത്ത വർഷമാവുമ്പോൾ 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം വരെ ആകുന്നതാണ്. കാരണം സൂപ്പർ ക്രെഡിറ്റ് 5 ഇരട്ടിയാണ്, 5 ടൈംസ് ആണ് വരുന്നത്. ഒരു വട്ടം നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡും എന്ന രീതിയിലാണ് വരുന്നത്. അതായത് ബേസിക് സം ഇൻഷുർഡിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സൂപ്പർ ക്രെഡിറ്റ് മാക്സിമം കൂട്ടാൻ കഴിയുന്നത് 3 കോടി രൂപ വരെയാണ്. അതായത് മാക്സിമം ലിമിറ്റ് വരുന്നത് 3 കോടി രൂപ വരെയാണ്. അതിന് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയില്ല. സം ഇൻഷുർഡ് ഉപയോഗിക്കേണ്ട സീക്വൻസ് വരുന്നത് ആദ്യം ബേസിക് സം ഇൻഷുർഡ്, രണ്ടാമത് സൂപ്പർ ക്രെഡിറ്റ്, പിന്നെ സൂപ്പർ ക്രെഡിറ്റിൻ്റെ ആഡ് ഓൺ ഇതിനായി നിങ്ങൾ എടുക്കേണ്ടതാണ്. അതിനുശേഷം വരുന്നത് സൂപ്പർ റീലോഡ്, ലാസ്റ്റ് വരുന്നത് ക്യാൻസർ ബൂസ്റ്റർ. ഇതും ഒരു ഓപ്ഷണൽ കവറാണ്. ഇതിനായി ആഡ് ഓൺ എടുക്കേണ്ടതുണ്ട്. അടുത്ത ആഡ് ഓൺ ആണ് ക്രോണിക് കെയർ. ക്രോണിക് ഡിസീസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു രോഗം വന്നതിന് ശേഷം അതിനെ മുഴുവനായും ഭേദപ്പെടുത്താൻ കഴിയാത്ത, കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകാത്ത രോഗത്തെയാണ് നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ. ഈ രോഗങ്ങൾ വന്നതിന് ശേഷം ചിലപ്പോൾ മുഴുവനായി പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. ഈ രോഗം മുഴുവനായും പോകണമെന്നുമില്ല. അങ്ങനെയുള്ള രോഗങ്ങളാണ് ക്രോണിക് ഡിസീസ്. നിങ്ങൾ ക്രോണിക് കെയർ എന്ന ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോണിക് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ക്രോണിക് ഡിസീസുമായി ബന്ധപ്പെട്ട് ഇൻ പേഷ്യൻറ്റ്, അതായത് അഡ്മിറ്റ് ആകേണ്ടി വരുന്ന ചികിത്സകൾക്ക് ഈ പ്ലാനിൽ കവറേജ് ലഭിക്കുന്നതാണ്. അതിനായി ക്രോണിക് കെയർ എന്ന ഈ ഒരു ആഡ് ഓൺ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രോണിക് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആഡ് ഓണും എടുക്കാൻ കഴിയുന്നതാണ്. ക്രോണിക് കെയർ ആഡ് ഓൺ എടുക്കുമ്പോൾ ഇൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസേഷന് കവർ ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ക്രോണിക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന ഈ ആഡ് ഓൺ എടുത്താൽ നിങ്ങളുടെ ക്രോണിക് ഡിസീസുമായി ബന്ധപ്പെട്ട OPDയുടെ ചിലവുകൾക്കും കവറേജ് ലഭിക്കുന്നതാണ്. എങ്കിലും കൺസൾട്ടേഷൻ ലിമിറ്റഡ് ആണ്. ക്രോണിക് ഡിസീസസിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര നമ്പർ ഓഫ് കൺസൾട്ടേഷൻ എടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പോളിസി വേർഡിങ്സിൽ കാണാൻ കഴിയുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ക്യാൻസർ ബൂസ്റ്റർ കവർ. ഇൻഷുർഡ് പേഴ്സണ് പോളിസിയുടെ ഇടയ്ക്ക് വെച്ച് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ ഇൻഷുർഡ് പേഴ്സൺ ഈ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ സം ഇൻഷുർഡിൻ്റെ 100% എക്സ്ട്രാ ക്യാൻസർ ബൂസ്റ്റർ കവറേജ് ലഭിക്കുന്നതാണ്. സീക്വൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം ബേസിക് സം ഇൻഷുർഡ്, പിന്നെ സൂപ്പർ ക്രെഡിറ്റ്, അതിനുശേഷം സൂപ്പർ റീലോഡ്, ലാസ്റ്റ് വരുന്നതാണ് ക്യാൻസർ ബൂസ്റ്റർ. ഇത് ചികിത്സാ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് ഉപയോഗിക്കാവുന്നതാണ്.
അതുകൂടാതെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സിനും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ് ടു 100% ഓഫ് സം ഇൻഷുർഡ്. ഇതിനായി നിങ്ങൾ ക്യാൻസർ ബൂസ്റ്റർ കവർ എന്ന ഈ ആഡ് ഓൺ എടുക്കേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ഡ്യൂറബിൾ എക്യുപ്മെൻറ്റ് കവർ. വീൽ ചെയർ, വെന്റിലേറ്റർ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലെയുള്ള ചിലവേറിയ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ചികിത്സയുടെ ഭാഗമാണെങ്കിൽ, അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തതിന് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്കിത് വാങ്ങണോ അതോ റെൻറ്റിന് എടുക്കണോ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പോളിസിയിൽ ഇതിൻ്റെ ക്ലെയിം എടുക്കാൻ കഴിയുന്നതാണ്. 5 ലക്ഷം രൂപ ഓർ നിങ്ങളുടെ ബേസിക് സം ഇൻഷുർഡ്, ഇതിൽ രണ്ടിലും ഏതാണോ കുറവ് വരുന്നത് അതായിരിക്കും നിങ്ങളുടെ മാക്സിമം ലിമിറ്റ് വരുന്നത് ഫോർ ഡ്യൂറബിൾ എക്യുപ്മെൻറ്റ് കവർ. അടുത്ത ആഡ് ഓൺ ആണ് കമ്പാഷനേറ്റ് വിസിറ്റ്. ഏതെങ്കിലും ഒരു ഇൻഷുർഡ് പേഴ്സൺ ഫാമിലിയിൽ നിന്ന് ദൂരെയാണെങ്കിൽ, എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ്റെ സ്റ്റേജിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറിന് അങ്ങോട്ടേക്ക് വരാനുള്ള, അതായത് ഇൻഷുർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് പോയി വരാനുള്ള ചിലവുകൾക്കുള്ള കവറേജ് കമ്പനി നൽകുന്നതാണ്. 50,000 രൂപയാണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. ഇതിനായി ഈ ആഡ് ഓൺ നിങ്ങൾ പോളിസിയിൽ എടുക്കേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. ഇൻഷുർഡ് പേഴ്സണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഡിസീസസിൽ ഏതെങ്കിലും ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാൻ കഴിയുന്നതാണ്. ആദിത്യ ബിർളയുടെ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ഉണ്ട്. ചികിത്സ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ഒപ്പീനിയൻ അവരുടെ പക്കൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. അതിനായി നിങ്ങൾ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എന്ന ഈ ആഡ് ഓൺ എടുക്കേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ആനുവൽ സ്ക്രീനിംഗ് ഫോർ ക്യാൻസർ ഡയഗ്നോസ് പേഷ്യൻസ്. അതായത് ക്യാൻസർ ഡയഗ്നോസ് പേഷ്യൻസിന് ആനുവൽ സ്ക്രീനിംഗ് ചെയ്യേണ്ടി വന്നാൽ, വർഷത്തിൽ ഒരു പ്രാവശ്യം സ്ക്രീനിംഗ് നടത്തേണ്ടി വന്നാൽ, ഈ ഒരു ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്യാനായി പെർ മെമ്പറിന് പെർ പോളിസി ഇയറിൽ 10,000 രൂപ എക്സ്ട്രാ ലിമിറ്റ് ലഭിക്കുന്നതാണ്. ആനുവലിയാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ആഡ് ഓൺ ആണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. ഇത് സ്റ്റാൻഡേർഡ് പോളിസിയുടെ ഉള്ളിൽ വരുന്നതല്ല, പകരം ഇതൊരു ആഡ് ഓൺ ആണ് ഈ പോളിസിയിൽ. ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി ഇയറിനുള്ളിൽ ചെയ്യാവുന്നതാണ്. അതിനായി ഈ ആഡ് ഓൺ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ 17 ആഡ് ഓൺസിനെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ആഡ് ഓൺസ് മാത്രം വേണം നിങ്ങൾ ഈ പോളിസിയിൽ എടുക്കാൻ. അടുത്തതായി വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയാം. സ്പെസിഫിക് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്. ഈ വെയിറ്റിംഗ് പീരീഡ് ആഡ് ഓൺ വെച്ചുകൊണ്ട് 1 വർഷത്തേക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ആഡ് ഓൺ ഉപയോഗിച്ചുകൊണ്ട് 2 വർഷത്തിൽ നിന്ന് 1 വർഷത്തേക്ക് കുറയ്ക്കാവുന്നതാണ്. അടുത്തതായി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 4 വർഷമാണ്. അത് 3 വർഷത്തേക്കും 2 വർഷത്തേക്കും 1 വർഷത്തേക്കുമൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതിനായി ആഡ് ഓൺ എടുക്കേണ്ടതാണ്. സ്റ്റാൻഡേർഡ് പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 4 വർഷമാണ്. ആഡ് ഓൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് കുറയ്ക്കാൻ കഴിയുന്നതാണ്. അടുത്തതാണ് സ്റ്റാൻഡേർഡ് എക്സ്ക്ലൂഷൻ. അതായത് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 30 ദിവസമാണ്. ഇതിൽ ആക്സിഡൻ്റൽ ക്ലെയിം എക്സെപ്ഷണൽ ആണ്. അതായത് ഈ 30 ദിവസത്തിനുള്ളിൽ ആക്സിഡൻ്റൽ ക്ലെയിം ഒഴികെ ബാക്കി ഒരു ക്ലെയിമും എടുക്കാൻ കഴിയുന്നതല്ല. ഇനി പറയാൻ പോകുന്നത് പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഒരു എക്സാമ്പിൾ ഫാമിലി സൈസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൈസിങ്ങിനെ കുറിച്ചുള്ള ഐഡിയയും ലഭിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പോളിസി ആണോ ഇതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഫാമിലി സൈസ് എടുത്തിരിക്കുന്നത് 2 അഡൾട്ട്സ് പ്ലസ് 2 ചിൽഡ്രൻ ആണ്. ഇതിൽ A1 അതായത് ഹസ്ബൻഡിന് 38 വയസ്സ്, A2 എന്ന് പറയുന്നത് വൈഫാണ്. വൈഫിൻ്റെ ഏജ് 34, ചൈൽഡ് 1 12 വയസ്സ് ആൻഡ് ചൈൽഡ് 2 9 വയസ്സ്. അഡ്രസ്സ് വരുന്നത് ഡൽഹിയാണ് അഡ്രസ്സായി വച്ചിരിക്കുന്നത്. പോളിസി വരുന്നത് 10 and 20 lakh rupees. ആദ്യം പറയാൻ പോകുന്നത് ആഡ് ഓൺ ഒന്നും എടുക്കാതെ ഈ ഫാമിലിയുടെ പ്രീമിയത്തിനെ കുറിച്ചാണ്. അഡൾട്ട്സിൻ്റെ ഏജ് 38ഉം 34ഉം, ചിൽഡ്രൻ്റെ ഏജ് 12 വയസ്സും 9 വയസ്സും. സ്റ്റാൻഡേർഡ് പ്ലാനിൽ വരുന്ന പ്രീമിയമാണ് ആദ്യം പറയാൻ പോകുന്നത്. 10 ലക്ഷം രൂപയുടെ പോളിസിക്കായി ഈ ഫാമിലിക്ക് 1 വർഷം അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം 21,277 രൂപയാണ്. 20 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ ഈ ഫാമിലിക്ക് അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം 30,185 രൂപയാണ്. കുറച്ച് ആഡ് ഓൺസ് നിങ്ങൾ ഈ പോളിസിയിൽ എടുക്കേണ്ടത് തന്നെയാണ്. അതായത് നിങ്ങളുടെ സം ഇൻഷുർഡ് 50 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ക്രെഡിറ്റ് എന്ന ആഡ് ഓൺ തീർച്ചയായും എടുക്കേണ്ടതാണ്. നാളെ എന്താവശ്യമാണ്, എന്തൊക്കെയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ
ഒരു മുൻകരുതൽ എന്നോണം സൂപ്പർ ക്രെഡിറ്റ് ആഡ് ഓൺ എടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതിനോടൊപ്പം ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കൺസ്യൂമബിൾ ഐറ്റംസ് ഉറപ്പായും ഉണ്ടായിരിക്കും. ഓരോ ട്രീറ്റ്മെൻറ്റിലും നോൺ മെഡിക്കൽ ഐറ്റംസ് ഉപയോഗിക്കേണ്ടതായി വരും. അതിനായി ക്ലെയിം പ്രൊട്ടക്ട് എന്ന ആഡ് ഓൺ ഈ പോളിസിയിൽ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ക്രെഡിറ്റ് എന്ന ആഡ് ഓൺ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്പെഷ്യൽ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം പ്രൊട്ടക്ട് എന്ന ഈ ആഡ് ഓണും എടുക്കാൻ കഴിയുന്നതാണ്. ഇൻ മൈ ഒപ്പീനിയൻ, നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഈ 2 ആഡ് ഓണും ഒരുമിച്ച് എടുക്കേണ്ടതില്ല. ഇനി നിങ്ങൾ 2 ആഡ് ഓണും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോളിസി 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ പ്രീമിയം 24,809 രൂപയാണ് വരുന്നത്. നേരത്തെ 21,277 രൂപയായിരുന്നു. 20 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ ഈ 2 ആഡ് ഓണും എടുക്കുമ്പോൾ 35,196 രൂപയാണ് വരുന്നത്. നേരത്തെ 30,185 രൂപയായിരുന്നു. ഇനി നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് ഹയർ സൈഡിലാണെങ്കിൽ, അതായത് 1 കോടിയുടെ സം ഇൻഷ്യൂർഡ് ആണെങ്കിൽ ആഡ് ഓൺസ് ഒന്നും എടുക്കാതെ നിങ്ങളുടെ പ്രീമിയം വരുന്നത് 48,191 രൂപയാണ്. ഇനി നിങ്ങൾ ഈ 2 ആഡ് ഓണും ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് സൂപ്പർ ക്രെഡിറ്റും ക്ലെയിം പ്രൊട്ടക്റ്റും രണ്ടും എടുക്കുകയാണെങ്കിൽ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത് 56,191 രൂപയാണ്. ബേസിക് പ്രീമിയവും ആഡ് ഓൺസ് എടുത്തതിന് ശേഷമുള്ള പ്രീമിയവും പറഞ്ഞു കഴിഞ്ഞു. ഇതുവഴി ഇത് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന പോളിസിയാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതിൽ വരുന്ന സ്പെഷ്യാലിറ്റീസ്, അതായത് നല്ല കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യം വരുന്നതാണ് ഡിസ്കൗണ്ട്. അതായത് റിന്യൂവലിൻ്റെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് 100% ലഭിക്കുന്നതാണ്. പക്ഷേ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്രത്തോളം റിവാർഡ് പോയിൻറ്റ്സ് ഏൺ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ ഫോക്കസ് ചെയ്യുന്നതിനനുസരിച്ചാണ് റിവാർഡ്സും ലഭിക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്നത് 2 ഗുണങ്ങളാണ്. ഒന്ന്, ബോഡി ഫിറ്റ് ആകും. രണ്ടാമത് 100% ഡിസ്കൗണ്ടും ലഭിക്കും. 100% എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. എന്നാലും 70%, 60%, 50% ഒക്കെ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ദാറ്റ്സ് അപ് ടു യുവർ എഫോർട്ട്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ഓൺസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതിൽ വരുന്ന ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരുന്ന ആഡ് ഓൺസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. ആവശ്യമില്ലാത്ത ആഡ് ഓൺസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ എടുക്കുന്ന ആഡ് ഓൺസിനനുസരിച്ച് നിങ്ങളുടെ പ്രീമിയവും കൂടുന്നതാണ്. അതിനാൽ ഇത് ശ്രദ്ധിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനും 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പവർലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി.